മഴ 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 അല്ലിക്ക ഇന്നെ കുളത്തിൽ ചാടാനാണ് കൊണ്ടുവന്നപ്പോൾ ഇതിനല്ലേ ആരാന്റെ തൊടുന്ന് ചക്ക എടുത്തോണ്ട് പോട്ടെ ഗൈസ്. ഇവിടെ എത്തിയില്ലേ നനച്ച്. അപ്പം നമ്മൾ നാളെ ലീവാണ് ഇക്കാക്ക്. അപ്പം നല്ല കൂട്ടാനടിക്കാൻ വേണ്ടിയിട്ട് ചക്ക രാവിലെ തന്നെ എണീറ്റ് ചായ കുടിക്കുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അരീക്കോട്. ഹസുട്ടിക്ക് രാവിലെ എണീറ്റപ്പോൾ നല്ല ചുമയും ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ഉള്ളത് ഇപ്പോൾ ആശുപത്രിയിലുണ്ട് കേട്ടോ. കാരണം നല്ല മരുന്നും കാര്യങ്ങളും ഹസുട്ടിക്ക് പെട്ടെന്ന് തന്നെ മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നതാണ്. പക്ഷേ ഇവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ ആൾ കമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ ടോണിക്കും ഇതൊക്കെ പുറത്തേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ മരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഉമ്മാക്കൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഉമ്മ പോയിട്ടുണ്ട്. ചോറും കറിയൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചോറെല്ലാം റെഡി ആക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉമ്മ പോയത്. അപ്പോൾ ഉമ്മാക്കുള്ള പരിപാടി നമുക്കില്ല, ഇക്കാക്കും എനിക്കൊന്നും ഇല്ല. അത് അവരായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചോറിനേക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ടാക്കേണ്ട. ഹസുട്ടിക്ക് ടാബ്ലറ്റൊക്കെ കൊടുത്തിട്ട് അവനെ കൊച്ചു ടി വി ഇട്ടെടുത്തിട്ടാണ് ഇരുത്തിയേട്ടോ. പിന്നെ ഇതാ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും ചിക്കനും നല്ല ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ എനിക്ക് അതിന് കരിവേപ്പിൻ്റെ ഇട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എനിക്കിഷ്ടം. ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അത് ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുട്ടിക്ക് ചിക്കൻ വേണ്ടേ? അമ്മ ചിക്കൻ പൊരിച്ചു തരാം. മക്കളെ കുറേ ദിവസത്തിന് ശേഷം ചെറുതായിട്ട് നമ്മളെ വീട്ടിൽ മഴ പെയ്തിട്ടുണ്ട്. കുറേ ദിവസമായി ചൂടെടുത്ത് പുകയാണ് കേട്ടോ. ഇതാ നല്ല മഴയൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? മഴ 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 ഷും 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 ഷും. അപ്പോൾ ഇതാ ഹസുട്ടിയും പപ്പിയും നല്ല പണിയിലാണ് കേട്ടോ പുറത്ത്. അപ്പം അവർക്ക് വെള്ളം അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. വലിയ കളറൊന്നുമില്ല, ഞാൻ വാങ്ങി പെട്ടാന്നൊക്കെ പറയില്ല അതാട്ടോ. അപ്പോൾ എന്തായാലും ജ്യൂസ് അടിക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് അവർക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഭരണമാണ്. ഉമ്മ ഇല്ലാത്ത ദിവസം ഞങ്ങളിത് എൻജോയ് ചെയ്യില്ല കേട്ടോ ഞങ്ങൾ. കാരണം ഉമ്മ ഒരു ചെറിയൊരു പരിപാടിക്ക് പോയി, ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മ ചോറും ഒക്കെ ആക്കി വെച്ചിട്ട് പോയതാണ്. ബാക്കി കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് പണിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്ക് വെള്ളം അടിച്ചു കൊടുക്കട്ടെ. അവരിതാ നല്ല തകൃതായിട്ട് പുറത്തെന്തോ പരിപാടിയിലാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ചിക്കൻ അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഓ ഇവിടെ ഇതാ രണ്ടാൾക്കാരും കാത്തിക്കുന്നുണ്ട് കേട്ടോ ഓരോ വെള്ളത്തിന് വേണ്ടിയിട്ട്. ഇതാ ഒഴിച്ചോളിക്ക ഒഴിച്ചോളി. ഇക്കാൻ്റെ ഒരു പരീക്ഷണം നടത്തട്ടോ. നമ്മുടെ വാട്ടർമെലോൺ ജ്യൂസിലേക്ക് 7up ഒഴിച്ചാൽ എന്താവും? ടോയ്ലറ്റ് എണീക്കാൻ കയ്യിലേക്ക. ഇതാണ് നമ്മുടെ ഇക്കാൻ്റെ പരീക്ഷണ വസ്തു കേട്ടോ. നമ്മുടെ വാട്ടർമെലോൺ ജ്യൂസിലേക്ക്, അതും വെള്ളം കൂട്ടാതെ വാട്ടർമെലോൺ മാത്രം അടിച്ചിട്ടുള്ള ജ്യൂസിലേക്ക് 7up ഒഴിച്ച് തൂറ്റിലോ കുടിച്ച് കക്കൂസിന് പുറത്തിറങ്ങാൻ കഴിയുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഓ ഇവിടത്തെ കുഞ്ഞിക്കാക്കുതാ വെയിറ്റ് ചെയ്യണേ. 7up ആയ പിന്നെ ആ മൂട്ടിലും ഉണ്ടാവും. എങ്ങനെയുണ്ട്? പൊളിയാ? എങ്ങനെ? അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതൊരു തുറമാങ്ങ എന്നൊരു സംഭവം കേട്ടോ. നമ്മൾ ഒരു കാലിക്കറ്റ് ഒരു എക്സ്പോയിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ തൈര് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇക്ക ചോറാ തിന്ന്, ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ എടുത്ത്. പിന്നെ
പിന്നെ ഈവനിങ് ആയപ്പം ഇക്ക തോട്ടത്തിൽ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ആളിനെ കൊണ്ടുപോകണം കേട്ടോ. പോയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മുടെ തോട്ടത്തിലേക്ക് പോവാണ്. ഇന്ന് ഹസുട്ടി ഇല്ല. ഹസുട്ടി വന്നാൽ എന്തായാലും അവന് കുളത്തിൽ ചാടേണ്ടി വരും. പക്ഷെ അവനിപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് അവനെ കൊണ്ടുപോയിട്ടില്ല. കാരണം ആ ഒരു കുളം കണ്ട ആരായാലും ചാടിപ്പോകും കേട്ടോ. കാരണം നല്ല രസമുള്ള വെള്ളമൊക്കെയാണ് ചില ദിവസം കേട്ടോ. കുട്ടികളെ ഇളക്കി മറിച്ചാൽ ആകെ ഇത് പാളിപ്പോവും. അപ്പോൾ എന്തായാലും ഇക്കതാ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ എത്തിയതിന് ശേഷമാണ് എനിക്കൊരു കുഞ്ഞും പണി തന്നിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം നനയ്ക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ നനച്ചിട്ട് നമുക്ക് ചാടാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചാടാനും പറ്റിയിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ആ ടൈമിലായപ്പോൾ ഒരുപാട് കുട്ടികൾ ചാടാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ സംഭവം എന്തായാലും ഇക്കത മുകളിൽ മോട്ടറൊക്കെ ഓണാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പഞ്ചായത്ത് കുളം കേട്ടോ. നല്ല രസമുള്ള കുളമാണ്. കാരണം ഫുള്ളായിട്ട് കല്ലൊക്കെ വെച്ച് നല്ല രീതിയിൽ നീറ്റാക്കി കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുളമൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബ് തന്നെയാണല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനത്തെ കുളമൊക്കെ ഉണ്ടാവാറില്ലേ. അല്ലെങ്കിൽ നല്ലൊരു തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തോട്ടത്തിലാട്ടോ വന്നിട്ടുള്ളത്. തോട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. കാരണം ഇക്ക ടൂറ് പോണ എനർജിയിൽ ഇതാ എന്നെ കൊണ്ടുവന്നേ കേട്ടോ. അറിയാം നമ്മുടെ തോട്ടത്തൊക്കെ ഗൈസ് ഇവിടെ കുറേ നനക്കാനുണ്ട്. ഇവിടെ എത്തിയപ്പോഴാട്ടോ പറഞ്ഞു. എന്നോട് പറഞ്ഞത് എന്താ അറിയോ, നമുക്ക് കുളത്തിൽ ചാടില്ലെന്നാണ് പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ചാടനൊക്കെ. പക്ഷെ വന്നപ്പോഴാണ് ഗൈസ് പറഞ്ഞിട്ടുള്ളത് എന്ത് ഇവിടെ കുറേ നനക്കാനുണ്ട്, നനക്കാൻ സഹായിച്ചിട്ടുണ്ടാകും. പാവല്ലേ പറഞ്ഞല്ലേ വെച്ച് നനച്ചിട്ട് വേണം നമുക്ക് ചാടാൻ. അപ്പോൾ ആള് വരുക്ക, ആള് വരുമോ? അപ്പോൾ നമുക്ക് വേഗം നനക്കലൊക്കെ അല്ലിക്ക. ഇന്നെ കുളത്തിൽ ചാടാനാണ് കൊണ്ടുവന്നപ്പോൾ ഇതിനല്ലേ? ആ ഇതിൻ്റെ ഗുഡൻസ് ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. ഇതാട്ടോ ഇക്കാൻ്റെ സ്റ്റേറ്റിൻ്റെ ഗേറ്റ് പോലും. എങ്ങനെ ഓ ഓരോ മാതിരി നമ്മളാണെങ്കിൽ ഒരു കാര്യം ഇനി ഞാൻ സഹായിച്ചേട്ടോ. വേണ്ടില്ലായിരുന്നു. എന്താ ഇവിടെ കഥക്ക കുറച്ചെല്ലാം നനഞ്ഞോട്ടോ. കുറച്ച് നല്ലോണം നനഞ്ഞോട്ടെ. പാറ്റി പോരണ്ട അറിയാം. അടുത്താഴ്ച നനക്കുള്ളൂ. നനഞ്ഞോട്ട് അടിക്ക് എത്തിയോട്ടോ വെള്ളം. പോത്തണോ ചക്കൊക്കെ കാലം കഴിഞ്ഞില്ല. ചക്കട്ടി പോത്തിനെ പോയേക്കാം. നമുക്ക് വെട്ടി വെക്കാം. മഴേൻ്റെ വരെ കൊണ്ടോ ചക്ക നോണിച്ച് ആരാൻ്റെ തുടർന്ന് ചക്ക എടുത്തോണ്ട് പോട്ടെ ഗൈസ്. അല്ല കേട്ടോ നമ്മളെ കുടുംബക്കാർ തന്നെ. ഓക്കെ ചക്കയുമായി എണ്ണാച്ചി പോകുന്നു. ഇവിടെ എത്തിയില്ലേ നനച്ച്? നല്ല മഴ സമയം മാസത്തിലൊന്നും നനക്കില്ല. ഈ മാസത്തിലൊന്നും ഒരിക്കലും നനക്കില്ല. ഇപ്പൊ മഴ ഇല്ലാത്തോണ്ട് ഇവിടെ ആകെ പന്നി ചേരി ഇറങ്ങിയണല്ലക്ക. ഇവിടക്കതാ പോയിണ്. ഓ ചക്ക തുമ്മലൊക്കെ ഉണ്ടല്ലക്ക. അപ്പൊ നമ്മള് നാളെ ലീവാണ് ഇക്കൊക്കെ. അപ്പം നല്ല കൂട്ടാനടിക്കാൻ വേണ്ടിയിട്ട് ചക്ക ഇടാൻ വേണ്ടിയിട്ട് പോകാം. നോക്കി നോക്കി ഇല്ല ഷോ ആഗ്രഹം പോയി മക്കളെ. ഇതിന് ചോളല്ല കേട്ടാ. അടുത്തതെടുത്ത് അവൻ കണക്കാ. അയ്യോ ആകെ മൂഞ്ചി പോയിട്ടെ ഗൈസ്. നമ്മൾ ആഗ്രഹം ഇതാ ഇവിടെ വേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. എടിക്കണ പൈത്ത ചക്ക എന്തോരു സ്മെല്ലില്ലേ ചക്ക. കളിയാട്ടാ
അപ്പം നമ്മൾ നനയൊക്കെ കഴിഞ്ഞ് ഇതാ ചാടാൻ വേണ്ടി വന്നപ്പോൾ ഇതാ ഇതിൽ കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലിയൊരു ചെക്കനുള്ളതുകൊണ്ട് എനിക്ക് ചാടാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് എനിക്ക് നോക്കി നിൽക്കാനേ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇക്ക കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക കുളിക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചാടാൻ തോന്നുന്നുണ്ട്. കാരണം അങ്ങനത്തെ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണല്ലോ അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് കോരി കുളിക്കുന്നതായിട്ടില്ല എത്രയോ നല്ലതല്ലേ. അപ്പം അത് വിചാരിച്ചിട്ട് ഇക്ക നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടോ. ഞാൻ പാളിപ്പോയി എന്ന് പറയാം. പിന്നെ ലാസ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ട് അതിൽ കുറച്ച് നേരം കാലിട്ട് കളിക്കുക അല്ലാതെ എനിക്കൊരു നിവർത്തില്ല കേട്ടോ. ഒരു നല്ല കുളി കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന ഒരു ചക്കയില്ലേ, അത് കട്ട് ചെയ്തപ്പോൾ നല്ല ഇതായിരുന്നു കേട്ടോ. കുറച്ചൊരു ചെറിയൊരു പഴുപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളിത് അരീക്കോട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരീക്കോട് പോന്നപ്പോൾ തട്ടുകടയിൽ നിന്ന് തട്ടുകട ഫുഡ് നല്ല രസമല്ലേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കപ്പ ബിരിയാണിയൊക്കെ. അപ്പോൾ കപ്പ ബിരിയാണി അതുപോലെ നല്ല അടിപൊളി ചുക്കാപ്പിയൊക്കെ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വൈബൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇക്കാക്കൊക്കെ കേട്ടോ. അപ്പം ഞങ്ങൾ അധികം ഇങ്ങനത്തെ സ്പോട്ടൊക്കെ കാണുമ്പോൾ കയറാറുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഒരു കപ്പ ബിരിയാണിയൊക്കെ വന്നിട്ട് അതും നല്ല അടിപൊളി ഒരു നല്ല സ്ട്രോങ് ഉള്ള ചുക്കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രസമുണ്ടത്. നമുക്കൊരു ആംപ്ലേറ്റ് അറിഞ്ഞോളിക്ക. സിംഗിൾ അത് എന്താ ഒന്നേ 28